ഹലോ, സിൻഡോട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതേ കണ്ട, ഇതേ അടുത്തൊരു സെറ്റാണ് കേട്ടോ. വിസ്കോസ് ഓർഗൻസയിൽ വരുന്നതാണ്. നല്ലൊരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ, കാണാനായിട്ട് നല്ലൊരു ഷെയ്ഡ്. പിന്നെ അതിൽ വന്നിരിക്കുന്നത് ഇതേ കണ്ടോ, ഈ ഭാഗം ഫുള്ള് പ്ലെയിൻ ആണ്. താഴത്തെ പോർഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതേ കണ്ട. ഇനി നമുക്ക് വേണമെങ്കിൽ മുകളിൽ വെച്ച് തയ്ക്കാം. പക്ഷെ താഴ്ത്താവുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. കാരണം ഇത് ദുപ്പട്ട വരുന്നത് കണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡിലും കേട്ടോ ഇതേ വീതിയിൽ. എല്ലാ ദുപ്പട്ടയും നമ്മൾ കാണുന്നത് സാധാരണ കാണുന്നത് ഒരു സൈഡ് നല്ല വീതി ഉണ്ടായിരിക്കും, മറ്റേ സൈഡിൽ വീതി കുറഞ്ഞ, അല്ലെങ്കിൽ വെറുതെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതല്ലേ കാണാറ്. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടാറുണ്ട് അല്ലേ. അല്ലാതെ സെറ്റുകളിലൊന്നും അങ്ങനെ രണ്ട് സൈഡിൽ അങ്ങനെ വരുന്നത് റയറാണ് കേട്ടോ. ഒരു സൈഡ് സ്കാലപ്പും ഒരു സൈഡ് ഫുൾ ഹെവി വർക്കിലൊക്കെ വരാറുണ്ട്. ഇത് രണ്ട് സൈഡിലും ഇതേപോലെ നല്ല ഹെവി ആയിട്ട് 2.5 മീറ്റർ ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ, കാണാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴത്ത് ഇത് വെക്കുമ്പോൾ ഇത് ടോപ്പും 2.5 മീറ്റർ ഉണ്ട് ലെങ്ത്ത് വരുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്കത് കാണാൻ ഇത് നല്ല ലെങ്ത്താണ്. എനിക്കൊക്കെ ഒത്തിരി ലെങ്ത്തിയാണ് കേട്ടോ ഇത് വരുന്നത്. കണ്ട, നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്തിലൊക്കെ വരുള്ളൂ കേട്ടോ. നല്ല വിട്ടുള്ളതാണ് കേട്ടോ സെറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട, ഇങ്ങനെ വരുന്നത് കേട്ടോ. കണ്ട, ഇനി ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു കേട്ടോ. ഇത് ലൈനിങ് അടക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 4 പീസ് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ലൈനിങ് ഉണ്ട്, ഇതിൻ്റെ ബോട്ടം ഉണ്ട്. ടോട്ടൽ 4 മീറ്റർ അങ്ങടെ വരുന്നത്. അപ്പോൾ അത് അത്ര നല്ല സൂക്ഷിച്ചറിയാം. നല്ലൊരു കട്ടിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടത്തിന് ലൈനിങ്ങിനൊക്കെ കിട്ടും. പിന്നെ സ്ലീവിനാണ് ഒരു പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ 3/4 ഒക്കെ വെക്കുന്നവർക്ക് മാത്രം ചിലപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. അല്ലാത്തവർക്ക് ഈ ലൈനിങ്ങിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ തയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനിങ് ഇത് കിട്ടുന്നത് കൊണ്ടേ നമുക്ക് ഇങ്ങനത്തെ ഓർഗൻസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ലൈനിങ് കറക്റ്റ് മാച്ചിങ്ങിന് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഇത് കറക്റ്റ് മാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഒന്നും ആരും തപ്പിക്കൊണ്ട. ഇതിൻ്റെ കൂടെ ലൈനിങ്ങും ഉണ്ട്, ബോട്ടത്തിൻ്റെ തുണിയുണ്ട് കേട്ടോ. ഇതേ ലൈനിങ് തന്നെ നമ്മൾ ഇട്ട് തയ്ക്കണം കേട്ടോ. എന്നാലേ ഈ ഒരു കളറിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു സെറ്റാണ് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല സ്റ്റേ. നിങ്ങൾ ചോദിച്ചാൽ ഓർഗൻസ കാരണം ഇട്ടാൽ നിൽക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. വിസ്കോസ് ഓർഗൻസ എന്ന് പറഞ്ഞ തുണി ഇത് കണ്ടില്ലേ, ഒത്തിരി സോഫ്റ്റാണ്, സ്റ്റിഫ് ഒന്നുമല്ല കേട്ടോ. നല്ല ഫ്ലോ ചെയ്യുന്നു കേട്ടോ. 1500 റേറ്റ് വരുന്നത്. അതിന് ഫ്രീ ഷിപ്പിംഗ് ആണ്. ബൈ പോസ്റ്റ് ആയിരിക്കും അയക്കണത്. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പോസ്റ്റ് അയക്കുന്നത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ചിലപ്പോൾ ഇങ്ങനെ DTDC ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ കളക്ട് ചെയ്യണവർ, അതുകൊണ്ടാണ് കേട്ടോ പോസ്റ്റ് അയക്കുന്നത്. പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിത്തിൻ 3 ഡേയ്സ് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് കിട്ടും കേട്ടോ. സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കണത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നല്ലൊരു വർക്ക്. മിഷൻ എംബ്രോയിഡറിയാണ്, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ദുപ്പട്ടയിൽ 2 സൈഡിലും ഇതേപോലെ വീതിയിൽ കേട്ടോ, സെയിം വിഡ്ത്തിൽ ചെയ്തിട്ടുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു തുണിയാണ്. ബോട്ടം ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1500 ഫ്രീ ഷിപ്പിംഗ് വരുന്നതാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമുക്കത് ചൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. വിസ്കോസ് ഓർഗൻസയാണ്. ഇത് കണ്ടില്ലേ, 2.5 മീറ്ററാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ലെങ്ത്ത് വരുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട കേട്ടോ. പ്രത്യേകിച്ച് നല്ലൊരു ഷെയ്ഡാണ്. ഇട്ട് നടക്കുമ്പോൾ നമ്മളൊന്ന് നോക്കി പോകുന്ന നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ഒത്തിരി സാരിയുടെയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളുടെ ഒക്കെ കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആരും മിസ് ചെയ്യരുതേ. താങ്ക് യു.